നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ? സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കും. അപ്പൊ പോലീസുകാർ പറയും ഇത് സിവിൽ ഇഷ്യൂ ആണ്, ഇത്തരം കേസുകൾ പോലീസ് സ്റ്റേഷനിൽ എടുക്കില്ല, നിങ്ങൾ കോടതിയിൽ തന്നെ പോണമെന്ന്. ഇത് കേട്ടുടനെ നിങ്ങളൊരു വക്കീലിനെ സമീപിക്കുകയും സിവിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും. സാധാരണ സിവിൽ കേസുകളിൽ എതിർകക്ഷി നേരിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നു, അതിനുശേഷം ഇഷ്യൂസ് ഫ്രെയിം ആകുന്നു, അതിനുശേഷം എവിഡൻസ് എടുക്കുന്നു, അതിനുശേഷം ട്രയൽ നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജഡ്ജ്മെന്റ് ആകുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നത് കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും അതിനൊരു വിധി ഉണ്ടാകാൻ എന്നത്. വർഷങ്ങളോളം കോടതി കയറിയിറങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പൈസ കടം കൊടുത്ത ആളിനെ നിങ്ങൾ വീണ്ടും സമീപിക്കുകയും ഏതെങ്കിലും വിധേനെ കാശ് തിരികെ വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ സാഹചര്യം പൈസ കടം മേടിച്ച ആളിന് ഒരു അഡ്വാൻറ്റേജ് ആയി മാറും. അയാൾ പൈസ തിരികെ തരിക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് എന്നുള്ളതിൽ നിന്ന് മാറി അത് അയാളുടെ ഔദാര്യമായി മാറും. ചുരുക്കം പറഞ്ഞാൽ പൈസ കിട്ടുകയുമില്ല, ചോദിച്ച് നമ്മുടെ ആത്മാഭിമാനം നഷ്ടമാവുകയും ചെയ്യും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു സ്പീഡി ലീഗൽ റെമഡി ഉണ്ട്. ഓർഡർ 37 CPC അഥവാ സമ്മറി സൂട്ട്. അതായത് പൈസ കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ വർഷങ്ങളോളം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പം നിയമസഹായം കിട്ടുന്നതിനുള്ള ഒരു മാർഗമാണ് ഓർഡർ 37 CPC. നിങ്ങൾ പൈസ കടം കൊടുത്തതിനുള്ള തെളിവുകൾ, അതായത് ചെക്ക് ലീഫ്, പ്രോമിസറി നോട്ട്, റിട്ടേൺ എഗ്രിമെന്റുകൾ, ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ രേഖകളുമായി നിങ്ങൾക്കൊരു സമ്മറി സൂട്ട് ഫയൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ സിവിൽ കേസിലുള്ളതുപോലെ ഡിഫൻഡന്റിന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യാനുള്ള അവകാശം സമ്മറി സൂട്ടിൽ ഇല്ല. കോടതിയിൽ നിന്നും നോട്ടീസ് കിട്ടി 10 ദിവസത്തിനുള്ളിൽ തന്നെ ഡിഫൻഡന്റ് അപ്പിയറൻസ് ഫയൽ ചെയ്തിരിക്കണം. അതിനുശേഷം കോടതിയിൽ ഹാജരായ ഡിഫൻഡന്റ് അഥവാ എതിർകക്ഷി ലീവ് ടു ഡിഫെൻഡ് അപേക്ഷിക്കുകയും വേണം. എതിർകക്ഷിക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്ത് കേസ് കണ്ടസ്റ്റ് ചെയ്യാനുള്ള അവസരം എതിർകക്ഷിക്ക് ലഭിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഡിഫൻഡന്റിന് മതിയായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം കേസ് വിധിച്ച് തീർപ്പാക്കുകയും ചെയ്യും. അതായത് നീണ്ട ട്രയലോ മറ്റേതെങ്കിലും പ്രൊസീജിയറോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിയമപരമായ പരിഹാരം ലഭിക്കും. ഇതാണ് ഓർഡർ 37 CPCയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഈ പ്രൊസീജിയർ ഉപയോഗിച്ച് അനാവശ്യമായ ഡിലേയും സമയം കളയാനുള്ള ടാക്ടിക്സുകളും ഒഴിവാക്കാൻ സാധിക്കും. സിവിൽ നിയമങ്ങളിലെ ഏറ്റവും ഫലപ്രദമായ ഒരു സ്പീഡി റെമഡി കൂടിയാണിത്. അതായത് പൈസ കടം കൊടുത്ത് വർഷങ്ങളായിട്ടും അത് തിരികെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഹായമാണ് ഓർഡർ 37 CPC. ഈ നിയമം അറിയാത്തതുകൊണ്ട് തന്നെ പൈസയും കിട്ടാതെ കേസിനും പോകാതെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ടാകും. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ ആവശ്യക്കാരിലേക്ക് എത്തിക്കൂ.